ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അദ്ദേഹം തന്നെ പറഞ്ഞു 126 കോടി 25 കോടി രൂപ MP-യുടെ ഫണ്ടിലേക്ക് 30 കോടി വെച്ച് എല്ലാ MLA-മാർക്കും കൊടുക്കുകയാണ്. അദ്ദേഹം വാക്ക് മാറ്റി. അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞത് ഹെഡ്ക്വാർട്ടേഴ്സ് MLA-ക്ക് 5 കോടി അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. അതെ, സത്യത്തിൽ അദ്ദേഹം സരസമായി പറഞ്ഞെങ്കിലും ഒരു നല്ല ആശയമാണ്. ഇപ്പൊ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള അല്ല അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് അതിൽ കുറേയേറെയൊക്കെ കണ്ടെത്താൻ കഴിയും. ഏതാണ്ട് 1,82,000 കോടി രൂപയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആകമാനം അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണമായി കരുതപ്പെട്ടു. അതിൽ കുറച്ചൊക്കെ ആധാറുമായി ലിങ്ക് ചെയ്യപ്പെടാത്തതിന്റെ പ്രശ്നങ്ങൾ അതെല്ലാം ജനപ്രതിനിധികളെ വ്യക്തിപരമായിട്ടല്ലോ ഏൽപ്പിക്കുന്നത്. അത് ജനപ്രതിനിധികളുടെ ഫണ്ടുകളിൽ കൊടുക്കുക വഴി ഏറ്റവും കൃത്യമായി അർഹരായ ആളുകളിലേക്ക് എത്തുന്ന ഒരു നല്ല മാർഗമായിരിക്കും. അത് സത്യത്തിൽ ഇവിടെ അതിന് പരിഹാരം ഉണ്ടാകാൻ പറ്റില്ല എങ്കിലും നിങ്ങളുടെ ഉന്നതമായ തലങ്ങളിൽ അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് അവിടെയെല്ലാം എത്തിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ആശയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയിൽ മാത്രം ഇത്രയേറെ പണം ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ ഈ ക്യാമ്പയിൻ ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. കൂടുതലായി ഒന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും ബാങ്കിന്റെ പ്രതിനിധികളെ ഒന്നിച്ച് കണ്ടുകൊണ്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരാവശ്യം കൂടി രണ്ടാവശ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഡാറ്റാ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസിന്റെ ഭാഗമായിട്ട് പല ബാങ്കുകൾ കണ്ണാടിയും മാത്തൂരും പോലെയുള്ള പഞ്ചായത്തിലെ ആളുകൾ ഭൂമിക്ക് മുകളിലുള്ള ലോണുമായി വരുമ്പോൾ പല ബാങ്കുകൾക്ക് കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലായ്മ അതിൻ്റെ ആവശ്യമില്ല, അതൊരു കൺഫ്യൂഷൻ മാത്രമാണ്. പക്ഷേ ആ കൺഫ്യൂഷൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഇപ്പം ആളുകൾ ലോൺ എടുക്കാൻ വരുന്നത് അവരുടെ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിലാണ്. കുറച്ച് പൈസ കയ്യിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ലോൺ എടുക്കാൻ വരുന്ന ഒരു മനുഷ്യന് എനിക്കറിയില്ല. ഒന്നുകിൽ വരുന്നത് ഏതെങ്കിലും ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്, അതല്ല എങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിവാഹം പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത്, അതല്ല എങ്കിൽ ഒരു വീട് പണി നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിൽ മാത്രമാണ് ആളുകൾ ബാങ്കുകളെ ലോൺ എടുക്കാൻ സമീപിക്കുക. അപ്പോൾ ഈ ഡാറ്റാ ബാങ്കിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഭരണതലത്തിൽ പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജില്ലാ കളക്ടറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. MP അതിനകത്ത് വളരെ ഗൗരവത്തോടു കൂടി ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് ജനപ്രതിനിധികളുടെ നിലയിൽ ഞങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ ബാങ്കുകൾ കുറച്ചുകൂടി മാനുഷികമായി അതിൻ്റെ ഒരു ആളുകൾ വരുന്നതിൻ്റെ അതിൻ്റെ ഒരു സാങ്കേതികത്വം മാത്രം നോക്കാതെ നിങ്ങൾ അതിൻ്റെ ഒരു മാനുഷിക വശം കൂടി പരിഗണിച്ച് ആളുകൾ വരുന്നതിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ച് നിങ്ങൾ അതിനകത്തൊരു അനുഭവപൂർണ്ണമായ നയം സ്വീകരിക്കുവാൻ ലീഡ് ബാങ്കിൻ്റെ മാനേജർ തന്നെ മുൻകൈയെടുത്ത് ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കണമെന്നൊരു ചെറിയ റിക്വസ്റ്റ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പല മാനേജർമാരെ ഞങ്ങളെല്ലാം മാറി മാറി വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എഡ്യൂക്കേഷൻ ലോൺ. എഡ്യൂക്കേഷൻ ലോണുകൾ കൊടുക്കാൻ പലപ്പോഴും പല ബാങ്കുകൾക്കും ഒരു പ്രയാസമുണ്ട്. പല ബാങ്കുകൾക്കുണ്ട്. പല ബാങ്കുകളിലും ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ കുറ്റമായിട്ട് പറയല്ല, നിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, നിങ്ങൾ മുകൾ തലങ്ങളിൽ പറയേണ്ടതാണ്. അപ്പം പലപ്പോഴും എഡ്യൂക്കേഷൻ ലോണിൻ്റെ റീപേയ്മെൻറ്റ് റേഷ്യോ കുറവാണ് എന്നുള്ളതാണ് നിങ്ങളൊരു ബാങ്കിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതൊരു വലിയ ന്യായമായ കാര്യമായി തോന്നും. പക്ഷേ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ എന്ന് പറയുന്നത് ഭാവിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ ലോണുകൾ മെറിറ്റ് നോക്കിയിട്ട് CSR ഫണ്ടിൽ പോലും മാറ്റിവെക്കുന്ന തലത്തിൽ അതിന് ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് വിഷയത്തിനകത്ത് ഒന്ന് ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഉണ്ടാകാതെ ആളുകളെ സഹായിക്കുന്ന ഒരു സേവന മേഖല കൂടിയാണല്ലോ ബാങ്ക്. അപ്പോൾ ആ രണ്ട് കാര്യത്തിനകത്ത് ബാങ്കുകളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ മീറ്റിങ്ങുമായി നേരിട്ട് ബന്ധമുള്ളതല്ല, അതുകൂടി പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉദ്യമത്തിന് എല്ലാവിധമായ വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.